ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് അയച്ച അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശ് സ്വീകരിക്കാതെ അതിർത്തിയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ അതിർത്തിയിലെ സീറോ ലൈനിൽ കുടുങ്ങുകയാണ്. അതിർത്തികൾ വളരെ വലിയ രീതിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് അയച്ച 13 ബംഗ്ലാദേശികളെ ബംഗ്ലാദേശ് സ്വീകരിക്കാതെ ഇത് ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കൈകടത്തലാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ആക്രോശം ബംഗ്ലാദേശ് കാണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് പറഞ്ഞ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ റോഡ് മാർഗം ബംഗ്ലാദേശിലെ അതിർത്തിയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ ത്രിപുരയിൽ നിന്നും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ ബംഗ്ലാദേശ് ഞങ്ങൾ സൈന്യത്തെ ഇറക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ സീറോ ലൈനിൽ അഭയാർത്ഥികൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ അഭയാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ബംഗ്ലാദേശ് അവരുടെ സിവിലിയൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ പൗരന്മാരെ തന്നെ അവരുടെ രാജ്യത്തേക്ക് കടത്തിവിടാതെ വലിയ രീതിയിൽ അവർ അതിർത്തികൾ കൊട്ടിയടച്ചിരിക്കുന്നു, സുരക്ഷ കൂട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം 2 കോടിയിലധികം ബംഗ്ലാദേശികൾ ഉണ്ട് എന്നാണ് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച ഇന്ത്യ 67 പേരെ തിരിച്ചയക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഇതിൽ 13 പേരാണ് ചൊവ്വാഴ്ച അതിർത്തിയിലെ സീറോ ലൈനിൽ കുടുങ്ങിയതെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിർത്തി സേന ഇന്ത്യക്കാരെയും റോഹിംഗ്യൻ അഭയാർത്ഥികളെയും ബംഗ്ലാദേശിലേക്ക് തള്ളിവിടുകയാണ് എന്നാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പറയുന്നത്. മെയ് 7 വരെ 800-ലധികം ഇന്ത്യക്കാരെയും റോഹിംഗ്യൻ അഭയാർത്ഥികളെയും ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടെന്നാണ് ധാക്ക ആസ്ഥാനമായിട്ടുള്ള ന്യൂജൻ അടക്കമുള്ള മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ബുധനാഴ്ച പുലർച്ചെ ലാൻമോർഹെത്ത് ജില്ലയിലെ 6 വ്യത്യസ്ത അതിർത്തി പോയിന്റുകളിലൂടെ 57 പേരെയാണ് ബംഗ്ലാദേശിലേക്ക് അയക്കാൻ BSF ജവാന്മാർ ശ്രമിച്ചത്. ഇത് ഗ്രാമീണരുടെ പിന്തുണയോടെ, അതായത് അവിടെയുള്ള ഗ്രാമീണരുടെ പിന്തുണയോടാണ് ഇത് നടത്തിയത്. ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് BGB ഇതിനെ തടഞ്ഞു എന്ന റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ പരിശ്രമം അവസാനിപ്പിക്കുന്നില്ല. ഇവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെല്ലാം തന്നെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ആരൊക്കെ തടഞ്ഞാലും അത് തിരിച്ചയക്കും. അതിർത്തിയിൽ സീറോ ലൈനിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് ബംഗ്ലാദേശിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും എന്നതായിരിക്കും ഇന്ത്യയുടെ ഇനിയുള്ള നിലപാട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.